അനുദാസ് വിവരങ്ങൾ നൽകിയത്. രക്ഷാദൌത്യം തുടരുന്നു. ഭൂകമ്പം കനത്ത നാശം വിതച്ച മ്യാൻമറിൽ രക്ഷാദൌത്യം തുടരുന്നു. മരണസംഖ്യ ഉയരുകയാണ്. നിരവധി പേർ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നതായാണ് വിവരം. തായ്ലൻഡിലെ ബാങ്കോക്കിൽ തകർന്ന കെട്ടിടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നവരെ പുറത്തെത്തിക്കാനുള്ള ശ്രമം തുടരുകയാണ്. മ്യാൻമറിലേക്ക് ഇന്ത്യ അടിയന്തര സഹായം അയച്ചു. കൂടുതൽ വിവരങ്ങൾ അശ്വജിത്ത് നൽകും. അശ്വജിത്ത്, ഇപ്പോൾ മ്യാൻമാറിൽ നിന്നും ബാങ്കോക്കിൽ നിന്നും ഒക്കെയുള്ള വിവരങ്ങൾ, കൂടുതൽ വിവരം എന്താണ്? രക്ഷാപ്രവർത്തനം ഏത് രീതിയിൽ പുരോഗമിക്കുന്നു? മരണസംഖ്യ സംബന്ധിച്ച് ഇന്നിപ്പോൾ രാവിലെയൊക്കെ നമ്മൾ കണ്ടതും അല്ലെങ്കിൽ ഇന്നലത്തെ കണക്കനുസരിച്ച് ഒരു 150 അപ്പുറം പോകുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ മരണസംഖ്യ അതുപോലെ തന്നെ രക്ഷാപ്രവർത്തനം എങ്ങനെ പുരോഗമിക്കുന്നു? രാജീവ്, മാധു, വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം പങ്കുവെച്ച് തന്നെ തുടരാം. ആദ്യം ഒരുപക്ഷെ ഏറ്റവും ഒടുവിലായി ഇപ്പോൾ ഈ സെക്കൻഡിൽ വന്ന റിപ്പോർട്ട് പ്രകാരം 1000 കടന്നിരിക്കുന്നു. മരണസംഖ്യ 1000 കടന്നിരിക്കുന്നു. മ്യാൻമറിൽ മരണസംഖ്യ 1000 കടന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ്. ഒരുപക്ഷെ ഈ ദുരന്തത്തിന്റെ വ്യാപ്തി എത്രത്തോളം വലുതാണ് എന്ന് ഇന്ന് രാവിലെയാണ് ദൃശ്യങ്ങളിലും ഒപ്പം ഈ മരണസംഖ്യ പുറത്തു വന്നതിലൂടെയും മനസ്സിലാക്കുന്നത്, ലോകം മനസ്സിലാക്കുന്നത്. അത് തന്നെയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നത്. മരണസംഖ്യ 1000 കടന്നിരിക്കുന്നു എന്നുള്ളത്. ഇതിൽ ഏറ്റവും പ്രധാനം മാൻഡ്ലെ നഗരം. ഈ ദുരന്തം ഏറ്റവും കൂടുതൽ നാശം വിതച്ച മാൻഡ്ലെ നഗരത്തിലാണ് 700 പേരുടെ മൃതദേഹങ്ങൾ പുറത്തെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇനി അവിടെ ഏത് തരത്തിലായിരിക്കും ഇനി കൂടുതൽ രക്ഷാപ്രവർത്തനത്തിന്റെ ഒരു റിസൾട്ട് വരിക, അല്ലെങ്കിൽ രക്ഷാപ്രവർത്തനം ഇനി തുടരുമ്പോൾ എങ്ങനെയായിരിക്കുമെന്ന് ആശങ്കയുണ്ട് എന്നും രക്ഷാപ്രവർത്തകർ പറയുന്നുണ്ട്. രക്ഷാപ്രവർത്തനം നിലവിൽ തുടരുന്നുണ്ട്. ഒരുപക്ഷെ കഴിഞ്ഞ ദിവസം മന്ദഗതിയിലായിരുന്നു രക്ഷാപ്രവർത്തനം മുന്നോട്ട് പോയത്. ഇന്ന് രാവിലെയോടെ അല്പം വേഗം വെച്ചിട്ടുണ്ട്. കൂടുതൽ രക്ഷാസംഘങ്ങൾ എത്തിയിട്ടുണ്ട്. ചൈനയിൽ നിന്നടക്കം രക്ഷാസംഘങ്ങൾ എത്തിയിട്ടുണ്ട്. അവരവരുടെ ദൗത്യം തുടരുകയാണ്. മരണസംഖ്യ ഇനിയും ഉയരും എന്ന് തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം.